നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് എന്തും തുറന്ന് പറയാൻ കഴിയുമോ? അതിനൊരു മാർഗമുണ്ട്. മക്കൾക്ക് ഏത് കാര്യവും എപ്പോഴും തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം തോന്നണം, അല്ലേ? എങ്കിൽ മാത്രമേ അവർ നമ്മളടുത്ത് എന്തും പറയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന, കുട്ടികൾ കാര്യങ്ങൾ തുറന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം അച്ഛനും അമ്മയും കേൾക്കാൻ തയ്യാറുള്ളവരാണെന്നുള്ള തോന്നൽ കുട്ടികളിലുണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എങ്കിലേ മക്കൾക്ക് നമ്മളോട് പേടി കൂടാണ്ട് അവർക്ക് മനസ്സ് തുറന്ന് നമ്മളോട് സംസാരിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മളൊരു കർക്കശക്കാരനോ അല്ലെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ എടുത്തു ചാടിക്കൊണ്ട് പ്രകൃതക്കാരനൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മളോട് മക്കൾ സംസാരിക്കില്ല, അവരൊറ്റപ്പെട്ട രീതിയിലായിരിക്കും. അതുകൊണ്ട് മക്കളോട് നമ്മളെപ്പോഴും ക്ഷമയോടെ ഇടപെടുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഇടയിൽ നമുക്കൊരു ബഹുമാനമുണ്ട്. അതോടൊപ്പം നമ്മളോട് എന്തും തുറന്ന് പറയാനുള്ളൊരു അവർക്കൊരു മനസ്സും നമ്മളോടുണ്ടാവും. അപ്പം ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ കേൾക്കാൻ നമ്മൾ തയ്യാറാണെന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ ഉടലെടുത്തുക. രണ്ടാമത് നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും കുട്ടികളൊത്ത് നമ്മൾ പതിവായി സംസാരിക്കാൻ കഴിയുക. അതായത് ആശയവിനിമയം എപ്പോഴും നമ്മളും മക്കളുമായിട്ടുണ്ടായിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളെ മക്കൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് ഒറ്റ വാക്കിലൊന്നും അല്ലായിരിക്കാം. ചിലപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി നേരം സംസാരിച്ച് വരും. പക്ഷെ നമുക്കതിന് കേൾക്കാൻ ചിലപ്പം ക്ഷമയുണ്ടായിക്കോണമെന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരും. എന്നാൽ അത് ഒരിക്കലും അവർ നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള വഴി നമ്മൾ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. അവർ പറയുമ്പോൾ അത് മുഴുവനായി കേട്ടതിന് ശേഷം നമ്മൾ അഭിപ്രായം പറയുക. അല്ലാതെ അവർ പറയുമ്പോൾ അതിനിടയിൽ കയറി സംസാരിക്കുമ്പോൾ അത് ആ കുട്ടിക്ക് തന്നെ ഇടർച്ച തോന്നണമെന്നുള്ള കാരണമാവും. അതുകൊണ്ട് കുട്ടി എന്ത് പറഞ്ഞാലും നമ്മൾ ഇടയ്ക്ക് കയറി പറയുകയോ അമിതമായി പ്രതികരിക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ അവരുടെ പ്രായത്തിൽ നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം ചിന്തിക്കുക. അവരുടെ പ്രായമായിരിക്കുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ എന്തായിരുന്നു, അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാൻ കഴിയും. അതുപോലെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ അച്ഛനും അമ്മയും എപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായിരിക്കണം. കാരണം അച്ഛനും അമ്മയും അതിൽ നിന്നാണ് മക്കൾ എപ്പോഴും നമ്മളെ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ്. മാതാപിതാക്കളാണ് അവരുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. അപ്പം കുട്ടികളുടെ മേൽ അച്ഛനും അമ്മയ്ക്കും രണ്ടുപേർക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അവർ രണ്ടുപേരും ഒരു ഒറ്റക്കെട്ടാണെങ്കിൽ മാത്രമേ ആ മക്കളും അത് കണ്ട് പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ മുമ്പ് നമുക്ക് എന്തെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ കുടുംബത്തിലാകുമ്പോൾ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതൊരിക്കലും മക്കളെ മുമ്പ് വെച്ച് നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം. അല്ലാത്ത പക്ഷം നമ്മളത് അച്ഛനമ്മമാർ എന്ന നിലയിൽ നമ്മോടുള്ള അവരുടെ ആദരവിന് തന്നെ അത് കോട്ടം. കാരണം നമ്മൾ പിന്നെ പറയുന്ന കാര്യങ്ങളോട് അവർക്കൊരു വിലമതിപ്പില്ലാണ്ടിരിക്കും.